ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ എൻ്റെ ക്ലാസ്സിൻ്റെ മുകളിലായിട്ട്, അതായത് ഈ എൻ്റെ സബിൻ്റെ ഒക്കെ താഴെയായിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ട് നമുക്ക് പ്രൈവറ്റ് യൂസ് ചെയ്യാം, പ്രൈവറ്റ് സബ്. അതായത് നമ്മൾ ഫംഗ്ഷൻ നെയിമും ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ സബ്ബാണ് യൂസ് ചെയ്യുന്നത്. സബ് എന്നിട്ടൊരു ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ക്ലിയർ എന്ന് കൊടുത്തു, ക്ലിയർ ഓൾ. ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുവാണ് ക്ലിയർ ഓൾ. ഇത്രയും കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് വന്നു, പ്രൈവറ്റ് സബ് എൻഡ് സബ്. ഇത് ക്ലോസ് ആയി. ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്ന എങ്ങനെ, എൻഡ് സബ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സബ് ഫംഗ്ഷൻ നെയിം എൻഡ് സബ്, ഇതിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. ഇപ്പോൾ TST അഡ്രസ് ഡോട്ട് ടെസ്റ്റ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് അങ്ങ് ക്ലിയർ ആവും. ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഒന്ന് യൂസ് ചെയ്യരുതേ. അതായത് TST അടുത്ത് എന്താണ്, ഏജ് ഡോട്ട് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് സ്പേസ് യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്ത് അങ്ങ് ക്ലോസ് ചെയ്തേക്കണം. നെക്സ്റ്റ് വൺ TST നെയിം. അപ്പോൾ ഈ 3 ടെക്സ്റ്റ് ബോക്സും എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി ഈ ക്ലിയർ ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻസ് നമ്മൾ എവിടെ കോൾ ചെയ്താൽ മതി? അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്തല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യണ്ടേ. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്താവണം, ക്ലിയർ ആവണം. അപ്പം ഈ എൻഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ക്ലിയർ ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻസ് കോൾ ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഡേറ്റ ഇട്ടു, ഏജ് കൊടുത്തു, അഡ്രസ് പാസ് ചെയ്തു. സേവ് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് എന്ന് വരും. ടെക്സ്റ്റ് ബോക്സും എന്താവും, ക്ലിയർ ആവും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നമുക്കിത് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ സേവ് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലേ ഡേറ്റാബേസിനകത്തോട്ട് പോകുന്നു. പക്ഷേ നമുക്ക് ഡേറ്റാബേസ് നോക്കിയാൽ മാത്രമേ അത് ഷോർട്ട് ടേബിൾ ഡേറ്റ എടുത്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ, ചെന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഫോമിൽ തന്നെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂൾ ബോക്സിനകത്തുനിന്ന് ഗ്രിഡ് വ്യൂ എടുക്കുക. ഡേറ്റയ്ക്കകത്തുനിന്ന് ഡേറ്റ ഗ്രിഡ് വ്യൂ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഡേറ്റ ഗ്രിഡ് വ്യൂ പ്ലേസ് ചെയ്തു. ഇനി ഇവിടെ ഈ പോപ്പപ്പ് മെനു ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഈ പോപ്പപ്പ് മെനു ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ട് എനിക്ക് എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസ് ആഡ് ചെയ്യാനായിട്ട് എഡിറ്റ് കോളംസ് എടുക്കുക. എഡിറ്റ് കോളംസ് എടുത്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. കോളത്തിൻ്റെ പേര്, ഇപ്പോൾ ആദ്യത്തെ പേര് എന്താ, സ്റ്റുഡൻറ്റ് നെയിം അല്ലേ, സ്റ്റുഡൻറ്റ് നെയിം. ഇനി അതിനകത്ത് ഹെഡ് ടെസ്റ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കുമ്പോൾ ഒരിക്കലും സ്പേസ് യൂസ് ചെയ്യരുത്. സ്റ്റുഡൻറ്റ് നെയിം, ഹെഡ് ടെസ്റ്റ്, ഹെഡിങ് എന്താ കൊടുക്കണ്ടേ, ഹെഡിങ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ്, അവിടെ നമുക്ക് സ്പേസ് യൂസ് ചെയ്യാം. സ്റ്റുഡൻറ്റ് നെയിം. ഇത് ടെക്സ്റ്റ് ബോക്സ് ആണോ അല്ലെങ്കിൽ കോംബോ ബോക്സ് ആണോ ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കോളമാണ് വേണ്ടത്. ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ കോളം എന്താണ്, ഏജ്. ഹെഡ് ടെസ്റ്റ് എന്ത് കൊടുക്കുക, ഏജ്. മൂന്നാമത്തെ അഡ്രസ്, അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ്. ഇത്രയും കൊടുത്ത് എന്ത് ചെയ്തു, ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ 3 കോളംസ് ഇവിടെ വന്നു. ഇനി ഈ 3 കോളംസിൻ്റെയും ഡേറ്റ പ്രോപ്പർട്ടി നെയിം സെറ്റ് ചെയ്യണം, അതായത് ഫീൽഡ് നെയിം സെറ്റ് ചെയ്യണം. ഫീൽഡ് നെയിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുവാണേ. സെർവർ എക്സ്പ്ലോർ എടുത്ത് ഫീൽഡ് നെയിമിൻ്റെ സ്പെല്ലിംഗ് തെറ്റാതെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് എക്സ്പാൻഡ് ചെയ്ത് വെക്കണം. സെർവർ എക്സ്പ്ലോറിനകത്ത് ടേബിൾ എക്സ്പാൻഡ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പോപ്പപ്പ് മെനു ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കോളംസ് എടുക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത 3 കോളംസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡേറ്റ പ്രോപ്പർട്ടി നെയിം സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഡേറ്റ പ്രോപ്പർട്ടി നെയിം എടുക്കുക. ഒന്നാമത്തെ എന്താ, സ്റ്റുഡ്_നെയിം. ഡേറ്റ പ്രോപ്പർട്ടി നെയിം എന്ന് പറയുന്നതും ടേബിളിലെ ഫീൽഡ് നെയിം എന്ന് പറയുന്നതും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഏജ്. അതിൻ്റെ ഡേറ്റ പ്രോപ്പർട്ടി നെയിം എന്താ, ഏജ് തന്നെയാണ്. അഡ്രസ്, ഡേറ്റ പ്രോപ്പർട്ടി നെയിം ADDRESS, അഡ്രസ്. ഇത്രയും കൊടുത്തു, ഓക്കെ കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അലോ യൂസർ ടു റീസൈസ് കോളംസ് അല്ല, ഓട്ടോ സൈസ് കോളംസ് എന്ന് പറഞ്ഞ് നണ്ണാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് കോളത്തിൻ്റെ ഹെഡിങ് അനുസരിച്ച് മാറണമെന്നുണ്ടെങ്കിൽ കോളം ഹെഡർ കൊടുക്കുക. അപ്പോൾ ഹെഡിങ് അനുസരിച്ച് കണ്ടോ ഇത് ചെറുതാവും. ഇനി അതില്ല, ഓൾ സെൽസ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ സെൽ എക്സെപ്റ്റ് ഹെഡർ വെച്ച് കൊടുക്കാം, ഡിസ്പ്ലേ സെല്ല് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫില്ല് വെച്ച് കൊടുക്കാം. നമുക്ക് ഫിൽ ഓപ്ഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രയും വലിപ്പം ഉണ്ടോ അതനുസരിച്ച് വലുതാവും. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ നിന്ന് ഓട്ടോ സൈസ് കോളംസ് മോഡ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഫില്ല് കൊടുക്കണം. ഫില്ല് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വലിപ്പം അനുസരിച്ച് കണ്ടോ ആ വൈറ്റ് കളർ ഇങ്ങനെ വരും. ആ ഹെഡിങ് അത്രയും വന്ന് നിൽക്കും.
ഇത്രയും ചെയ്തല്ലോ. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് റിട്രൈ ചെയ്യാനുള്ള കോഡ് നമ്മളിനി എഴുതി കൊടുക്കണം. അപ്പോൾ കോഡ് എഴുതി കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടോട്ട് തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പബ്ലിക്കോ പ്രൈവറ്റോ യൂസ് ചെയ്യാം. സബ് ഇങ്ങനെയാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ഇങ്ങനെയാണ്. അപ്പം സബ് ഈ ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ റിട്രൈ ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ റിട്രൈ ഞാൻ ഒരു ഇഷ്ടമുള്ളൊരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. retrieve_retrieve_ സ്റ്റുഡൻറ്റ്. ഇങ്ങനെയാണ് ഞാൻ ഫംഗ്ഷൻ്റെ നെയിം കൊടുത്തത്, retrieve_student. ബ്രാക്കറ്റിനകത്ത് ബൈ വാൽ ആർഗ്യുമെൻറ്റ് പാസീവാണ്. ബൈ വാൽ ഒരു വേരിയബിളിൻ്റെ നെയിം കൊടുത്തു. ഞാൻ സെർച്ച് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ നെയിം കൊടുത്തു, സെർച്ച് ആ സ്ട്രിങ്. ഇനി എൻ്റർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് എന്തായി, ക്ലോസ് ആയി, എൻ്റെ സബ് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പം നോക്കിക്കേ എങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പബ്ലിക് സബ്. ഫംഗ്ഷൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ കൊടുത്ത പേര് retrieve_student എന്നാണ്. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു, ഒരു സ്ട്രിങ് വേരിയബിളാണ് പാസ് ചെയ്തിരിക്കുന്നത്. സെർച്ച് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബൈ വാൽ സെർച്ച് ആ സ്ട്രിങ്. ഇനി ഇതിനകത്ത് നമുക്ക് ക്യൂറി പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ ഗ്രിഡ് വ്യൂവിൻ്റെ നമ്മുടെ വെച്ചിരിക്കുന്ന കൺട്രോളിൻ്റെ പേരെന്താ, ഡേറ്റ ഗ്രിഡ് വ്യൂ 1. ഡേറ്റ ഗ്രിഡ് വ്യൂ 1 ഡോട്ട് ഓട്ടോ ജനറേറ്റ് കോളംസ് ഈക്വൽ ടു ഫോഴ്സ്. ഇത് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൺ ചെയ്യുന്ന സമയത്ത് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫീൽഡ് നെയിം വരും, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, അഡ്രസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അത് വേണ്ട, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന കോളംസ് വേണ്ട. നമ്മൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോളംസ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളം മാത്രം നമുക്ക് ലിസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഓട്ടോ ജനറേറ്റ് കോളംസ് ഫോഴ്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ടേബിൾസിനകത്തുനിന്ന് വാല്യൂസിനെ റിട്രൈവ് ചെയ്യുക. അപ്പോൾ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ടേബിൾസിൽ നിന്ന് വാല്യൂസിനെ റിട്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. dim da as new SQL data adapter. ഓക്കെ, അപ്പോൾ dim da as new SQL data adapter. അപ്പോൾ ഡേറ്റ അഡാപ്റ്റർ എന്ന് പറഞ്ഞാലും ഡേറ്റ റീഡർ എന്ന് പറഞ്ഞാലും ടേബിൾസിനകത്തുനിന്ന് വാല്യൂസിനെ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ റീഡർ എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടായിരിക്കും ടേബിൾസിനെ റിട്രൈവ് ചെയ്യുന്നത്. അതേസമയം ഡേറ്റ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്ത് എത്ര റെക്കോർഡ്സ് ഉണ്ടോ ആ റെക്കോർഡ്സ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കും. ഓക്കെ, 10 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ 100 റെക്കോർഡ്സിനെ ഒരുമിച്ച് അങ്ങ് എടുക്കും. അപ്പോൾ ഒരുമിച്ചെടുക്കുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡേറ്റ ടേബിൾ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ന്യൂ ഡേറ്റ ടേബിൾ. നോക്കിക്കേ, dim dt as new data table. ഡേറ്റ ടേബിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, dt. അപ്പം അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ടേബിൾസിനകത്തുനിന്ന് ഒരുമിച്ച് എത്ര റെക്കോർഡ്സ് ഉണ്ട് അതിനെല്ലാം എടുത്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യണം, ഡേറ്റ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റാണ് dt. അതേസമയം ഡേറ്റ റീഡറിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഡേറ്റ റീഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 1 by 1 ആയിട്ടായിരിക്കും വാല്യൂസിനെ ടേബിളിനകത്തുനിന്ന് ഡേറ്റാബേസിനകത്തുനിന്ന് റിട്രൈവ് ചെയ്യുന്നത്. രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അപ്പോൾ DA ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനിയും DA ഈക്വൽ ടു കോഡ് കൊടുക്കുവാണ്, DA ഈക്വൽ ടു ന്യൂ SQL ഡേറ്റ അഡാപ്റ്റർ. ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്കറിയാം നമ്മൾ SQL കമാൻഡ് പാസ് ചെയ്യുന്ന പോലെ തന്നെ ക്യൂറി പാസ് ചെയ്യുവാണ്. SQL അഡാപ്റ്ററിനകത്ത് ഡേറ്റ അപ്ഡേറ്ററിനകത്ത് സെലക്ട് ക്യൂറി മാത്രമേ പാസ് ചെയ്തുള്ളൂ. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെ പാസ് ചെയ്യണമെങ്കിൽ SQL കമാൻഡ് യൂസ് ചെയ്യാം. കണ്ടല്ലോ, ഇവിടെ SQL കമാൻഡ് യൂസ് ചെയ്യുന്നു. ഡേറ്റ റിട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു, SQL ഡേറ്റ അഡാപ്റ്റർ. 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. ഏതൊക്കെയാണ്, ഒന്ന് ക്യൂറി, രണ്ടാമത്തേത് കണക്ഷൻ. ക്യൂറി എന്ന് പറയുന്നത് എന്താ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിനകത്ത് എല്ലാ റെക്കോർഡ്സും എവിടെ കൊണ്ടുവന്നു, DAക്കകത്ത് കൊണ്ടുവന്നു. ഇനി DAനകത്തുനിന്ന് ഫിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡേറ്റ ടേബിളിനകത്തോട്ട് ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ കൊടുത്താൽ മതി, DA.fill DT. അപ്പോൾ ഡേറ്റ അഡാപ്റ്ററിൽ നിന്ന് എടുത്തിട്ട് എങ്ങോട്ട് ഫിൽ ചെയ്തു, ഡേറ്റ ടേബിളിനകത്തോട്ട് ഫിൽ ചെയ്തു. അപ്പോൾ DTക്കകത്ത് ഇപ്പോൾ വാല്യൂ കിടപ്പുണ്ടല്ലോ. ഇനി ഡേറ്റ ഗ്രിഡ് വ്യൂ 1 ഡോട്ട് ഡേറ്റ സോഴ്സ്. അതിൻ്റെ ഡേറ്റ സോഴ്സ് എന്ന് പറയുമ്പം ഡേറ്റാബേസിനകത്തുള്ള വാല്യൂസിനെ എന്ത് ചെയ്യണം, ഗ്രിഡിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ സോഴ്സ് ഈക്വൽ ടു DT കൊടുക്കാം. അപ്പോൾ ഡേറ്റ ടേബിളിനകത്ത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ വാല്യൂസും എവിടെ കിടപ്പുണ്ട്, ഡേറ്റ ടേബിളിൽ കിടപ്പുണ്ട്. ആ ഡേറ്റ ടേബിളിനെ എങ്ങോട്ട് സെറ്റ് ചെയ്തു, ഗ്രിഡ് വ്യൂവിൻ്റെ ഡേറ്റ സോഴ്സായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. മനസ്സിലായല്ലോ. ഇനി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഇത് ലോഡ് ചെയ്തില്ല, സോറി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ പേജ് ലോഡിൽ കോൾ ചെയ്യണം. പേജിൻ്റെ ലോഡിൽ കോൾ ചെയ്യുക. ഫംഗ്ഷൻ്റെ പേരെന്താ, റിട്രൈവ് സ്റ്റുഡൻറ്റ്. ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തൊന്ന് ക്ലോസ് ചെയ്യുക, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന കാണിക്കാനായിട്ട്. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ലോഡ് ചെയ്യുന്ന സമയത്തെ ഡേറ്റ എന്ത് വന്നു, ഇവിടെ എല്ലാം ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി ഈ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുമ്പം
നമ്മൾ ഇപ്പോൾ പഴയ വാല്യൂസും കൂടെ ചിലപ്പോൾ ഗ്രിഡിനകത്ത് അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രിഡിനകത്ത് ഇപ്പോൾ നമ്മൾ സേവയിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രിഡിനകത്ത് ഈ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് വരും, പഴയ വാല്യൂസ് എല്ലാം ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഗ്രിഡിനെ ആദ്യം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും ഓൾഡ് വാല്യൂസ് പ്രീവിയസ് വാല്യൂസ് വല്ലതും ഒന്ന് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഡാറ്റ ടേബിളിൽ നിന്ന് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് DT.clear യൂസ് ചെയ്യാം. DT.clear. അപ്പോൾ DT.clear യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഡാറ്റ ടേബിൾ എന്ന് പറയുമ്പോൾ ഈ ക്വറി വിളിക്കുന്ന സമയത്ത് ഈ ഡാറ്റ ടേബിളിനകത്ത് വാല്യൂ കിടക്കും. ഇപ്പോൾ രണ്ടാമത് ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ കിടക്കും, രണ്ടാമത്തെ വാല്യൂ കിടക്കും. അപ്പോൾ ഈ പ്രീവിയസ് വാല്യൂസ് എല്ലാം ഡാറ്റ ടേബിളിൽ നിന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, DT.clear യൂസ് ചെയ്യുന്നത്. പേജ് ലോഡിൽ കോൾ ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വാല്യൂസ് നമുക്ക് ഗ്രിഡിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അപ്ഡേറ്റും ഡിലീറ്റും ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബട്ടൺ വെക്കുവാണ്. അപ്ഡേറ്റ്, ഡിലീറ്റ്, പിന്നെ ഒരു റിഫ്രഷ് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഞാൻ വയ്ക്കുന്നു, പിന്നെ ക്ലോസ് ചെയ്യാനായിട്ടൊരു ബട്ടൺ വയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ ബട്ടണിൻ്റെ എല്ലാം പേര് കൊടുത്തു. ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, പിന്നെ ക്ലോസ് ചെയ്യണം, ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പം അപ്ഡേറ്റ് ചെയ്യുമ്പം അതിന് മുമ്പ് ഈ ഗ്രിഡിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും വാല്യൂസ്. ഈ ഗ്രിഡിനകത്ത് ഞാൻ ഏത് റോയെ ക്ലിക്ക് ചെയ്യുന്നു, ആ റോയെ എവിടെ വരണം, നമുക്ക് മേളിൽ ടെക്സ്റ്റ് ബോക്സിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ ഉണ്ട് ഈ ഇവൻറ്റ്സ് കണ്ടല്ലോ, മിന്നൽ പോലെ ഒരു സിമ്പിൾ കണ്ടല്ലോ, ഒരു ഐക്കൺ. ആ ഇവൻറ്റ്സെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിഡിൻ്റെ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്, മൗസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യാം. മൗസ് ക്ലിക്ക്, ഓക്കെ. മൗസ് ക്ലിക്കും ഉണ്ട്, മൗസ് ഡബിൾ ക്ലിക്കും ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴോ ഏത് ഇവൻറ്റ്സ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൗസ് ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഗ്രിഡിൻ്റെ ഏത് ഇവൻറ്റ് ജനറേറ്റ് ആയി, മൗസ് ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻറ്റ് ജനറേറ്റ് ആയി. ഓക്കെ. അപ്പോൾ അവത്തേൽ നമ്മൾ ഗ്രിഡിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏത് റെക്കോർഡിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ റെക്കോർഡ് എങ്ങോട്ട് ലിസ്റ്റ് ചെയ്യണം, ആ മേളിൽ ടെക്സ്റ്റ് ബോക്സിനകത്തോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഡ് എഴുതി കൊടുക്കാം. dim I as ഒരു വേരിയബിൾ നെയിം ഇൻറ്റിജർ, I as integer, me dot, നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരെന്നാ, TST നെയിം. മീ മീൻസ് ഈ ഫോമിനെയാണ് മീ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീ TST നെയിം ഡോട്ട് ടെസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഗ്രിഡിൻ്റെ പേര് ഡാറ്റ ഗ്രിഡ് വ്യൂ 1 ഡോട്ട് ഐറ്റം ഓഫ് ബ്രാക്കറ്റിനകത്ത് 1, I ഡോട്ട് വാല്യൂ. ഓക്കെ. അപ്പം നമ്മൾ ഗ്രിഡിനകത്ത് ഒരു ഐ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് 1 എന്ന് പറയുമ്പം ഐ എന്ന് പറയുന്നത് എന്താണെന്ന് പറയണം. ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ ഈക്വൽ ടു ഡാറ്റ ഗ്രിഡ് വ്യൂ 1 ഡോട്ട് കറണ്ട് റോ ഡോട്ട് ഇൻഡെക്സ്. ഓക്കെ. ഇപ്പോൾ ഐ എന്താണെന്ന് മനസ്സിലായല്ലോ. ഐ ഒരു ഇൻറ്റിജർ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഗ്രിഡിൻ്റെ കറണ്ടായിട്ടുള്ള റോ, അതായത് ഞാൻ ഏത് റോയിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ റോയുടെ ഇൻഡെക്സ് എടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും, ഐക്കകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ റോയുടെ ഇൻഡെക്സ് എത്ര, 0. രണ്ടാമത്തെ റോയുടെ ഇൻഡെക്സ് 1, അങ്ങനെ പോകും ഇൻഡെക്സ്. അപ്പോൾ ഫസ്റ്റ് റോ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഞാൻ ഏത് ക്ലിക്ക് ചെയ്യുന്നു ആ കറണ്ട് റോയുടെ ഇൻഡെക്സ് ആണ് ഓക്കെ ഐ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ 0 ആയിരിക്കും ഇൻഡെക്സ് അല്ലേ. ഇനി അടുത്തത് ടെക്സ്റ്റ് ബോക്സിനകത്തോട്ട് എന്താ വരണ്ടേ, ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പം ഐ ഡോട്ട്, അതായത് ഐറ്റം എന്ന് പറയുന്നത് 1, I എന്ന് പറയുമ്പോൾ 1, 0. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോയുടെ 1 എന്ന് പറയുന്നത് ഏത് കോളമാണ്, 1 എന്ന് പറയുന്നത് സ്റ്റുഡ് നെയിം ആണ്, 2 എന്ന് പറയുന്നത് ഏജ് ആണ്, 3 എന്ന് പറയുന്നത് അഡ്രസ്സാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഇവിടെ ഇത് 0, സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് 0, ഏജ് 1, അഡ്രസ്സ് 2 അങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കോളം കൂടെ ആഡ് ചെയ്യുവാണേ. ഫസ്റ്റ് നമുക്ക് ഒരു കോളം കൂടെ ആവശ്യമുണ്ട്, സ്റ്റുഡൻറ്റ് ഐ ഡി വേണം നമുക്ക്. സ്റ്റുഡൻറ്റ് ഐ ഡിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി ഏറ്റവും ടോപ്പിൽ പോകണം. അപ്പോൾ അല്ലേ ഈ അപ്പാരോ പ്രസ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ കൊണ്ട് വെക്കുക. പ്രോപ്പർട്ടി നെയിം എന്താണ്, സ്റ്റുഡ് ഐ ഡി. ഓക്കെ. സ്റ്റുഡ് ഐ ഡി ആണോ തന്നെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റുഡൻറ്റ് ഐ ഡി തന്നെയാണ്. അപ്പോൾ ഇതാണ് 0 അല്ലേ, സ്റ്റുഡ് ഐ ഡി 0, സ്റ്റുഡൻറ്റ് നെയിം 1, ഏജ് 2, അഡ്രസ് 3 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് കോഡ് എഴുതി കൊടുക്കാം.
അപ്പോൾ ഇത് 1 നെയിമാണ് നമുക്ക് വരേണ്ടത്. ഇനി അടുത്തത് ഇതേ സെയിം കോഡ് തന്നെ എവിടെയൊക്കെ കൊടുക്കണം? അഡ്രസ്സിന് വേണം, പിന്നെ ഐ ഡിക്ക് വേണം, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡിക്ക് വേണം, പിന്നെ എന്തിനാ വേണ്ടേ? ഏജിന് വേണം. ഇവിടെ എന്ത് കൊടുക്കാം? ടി എസ് ടി അഡ്രസ്സ് കൊടുക്കാം. ടി എസ് ടി അഡ്രസ് ഡോട്ട് ടെസ്റ്റ്. അഡ്രസ്സിൻ്റെ പൊസിഷൻ എത്രയാണ്? അഡ്രസ്സിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കണം. ഏതാണ്? 0 1 2 3 ആണ് അഡ്രസ്സിൻ്റെ പൊസിഷൻ. അഡ്രസ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3. അടുത്ത ഏജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 അല്ലേ? 2 ആണോ എന്ന് ഒന്നുകൂടെ നോക്കാം. 2 ആണോ നോക്കാം. 0 1 2 ഏജിൻ്റെ പൊസിഷൻ 2 ആണ്. ഓക്കെ. പിന്നെ അടുത്ത ഏതാണ് നമുക്ക് ലാസ്റ്റ് വേണ്ടത്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് ബോക്സോ ലേബലോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് തന്നെ ഞാൻ വെക്കുവാണ്, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ എനേബിൾ ഫോഴ്സ് ആക്കി ഇടുവാണ്. കാരണം നമ്മൾ അതിനകത്തോട്ട് എൻ്റർ ചെയ്യാനൊന്നും പാടില്ല, ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ എനേബിൾഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ട്രൂ ഫോഴ്സ് ആക്കിയിട്ടു. ഓക്കെ. ഇതെന്താണ്? സ്റ്റുഡൻറ്റിൻ്റെ ഒരു റോൾ നമ്പറാണ്. സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറാണ്. ഓക്കെ. റോൾ നമ്പർ മാറിപ്പോയല്ലോ എഴുതിയത്. റോൾ നമ്പർ. അപ്പോൾ ഇവിടെ ഒരു റോൾ നമ്പർ ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരൂടെ നമുക്ക് മാറ്റി കൊടുക്കാം. ടി എസ് ടി റോൾ. ഇനി നമുക്ക് കോഡ് എടുക്കാം. നമുക്ക് ആദ്യം എന്തുകൂടെ വേണം? മീ ഡോട്ട്, അതിവിടെ കോപ്പി ചെയ്തെടുക്കാം. മീ ഡോട്ട് ടി എസ് ടി റോൾ ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇൻഡെക്സ് എത്രയാണ്? ഐറ്റം ഫസ്റ്റ് വാല്യൂ ഏതാ? 0 ആണ് അല്ലേ? 0, i എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡെക്സ് ആണ്. അപ്പോൾ i എപ്പോഴും ഏത് റോയാണോ ആ റോയുടെ ഇൻഡെക്സ് ആണ് i ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എത്രാമത്തെ കോളം ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ കോളം റോൾ നമ്പർ എന്ന് പറയുന്നത് 0, നെയിം എന്ന് പറയുന്നത് 1, ഏജ് എന്ന് പറയുന്നത് 2, അഡ്രസ്സ് എന്ന് പറയുന്നത് 3. എത്ര കോളംസ് ഉണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ലോഡ് ചെയ്തപ്പോൾ തന്നെ ഡേറ്റ വന്നു. ഞാൻ ഈ അഞ്ജലി എന്ന് പറയുന്ന റെക്കോർഡിൽ ഒന്ന് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? മെയിൽ നെയിം അഞ്ജലി വന്നു, ഏജ് 30, അഡ്രസ്സ്. ഞാൻ വിനി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ നെയിമിന് ആ റെക്കോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ ഇൻഡെക്സ് ഏതാണോ അല്ലേ, അത് റോ ഇൻഡെക്സ് ആണ് i ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ കറണ്ട് ആയിട്ടുള്ള റോയുടെ എന്തൊക്കെ എടുത്തു? ഐ ഡി, മേളിൽ റോൾ നമ്പറിൻ്റെ ഇവിടെ വന്നു. കണ്ടോ? നെയിം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്തു, ഏജ് ലിസ്റ്റ് ചെയ്തു, അഡ്രസ്സ് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് റെക്കോർഡോ ക്ലിക്ക് ചെയ്യുന്നു അതനുസരിച്ച് ഏത് സെല്ലിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. എവിടെ ക്ലിക്ക് ചെയ്താലും ആ കറണ്ടായിട്ടുള്ള ഞാൻ ക്ലിക്ക് ചെയ്ത ആ റെക്കോർഡിൻ്റെ ഡേറ്റ എവിടെ വരും? നമുക്ക് മേളിലെ ടെക്സ്റ്റ് ബോക്സിനകത്ത് ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അത് നോക്കാം.